എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. T20 ലോകകപ്പിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കമിടുകയാണ്. രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും. നാളെ രാത്രി 8 മണി മുതൽ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം. അഡ്ലൈഡിൽ നടന്ന 2022 T20 ലോകകപ്പ് സെമിഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ തകർത്തിരുന്നു. ആ തോൽവിയുടെ ആഘാതം ഇന്ത്യൻ കളിക്കാർക്ക് ഇപ്പോഴുമുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതിന്റെ പ്രതികാരം ചെയ്യാൻ നാളെ ഇന്ത്യക്ക് കഴിയുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ടൂർണമെന്റിൽ ഇതുവരെ തോൽക്കാത്ത ടീമാണ് ഇന്ത്യ. അവർ ഇതുവരെ ഒരു മത്സരം പോലും തോറ്റിട്ടില്ല. എന്നാൽ മറുവശത്ത് ഇംഗ്ലണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയാണ് സെമി ഫൈനലിൽ എത്തിയത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ട അവർ സൂപ്പർ 8-ൽ ദക്ഷിണാഫ്രിക്കയോടും പരാജയപ്പെട്ടിരുന്നു. ഇനി ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ മത്സരത്തിലേക്ക് വരുമ്പോൾ ടീമിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ പ്രധാനപ്പെട്ടത് മധ്യനിരയിലെ താരമായ ശിവം ദുബെയ്ക്ക് പകരം സഞ്ജു സാംസണെ ഇറക്കും എന്നതാണ്. അതേപോലെ തന്നെ ബൗളിംഗിൽ അക്സർ പട്ടേലിന് പകരം മുഹമ്മദ് സിറാജ് പ്ലേയിങ് 11-ൽ തിരിച്ചെത്തും. ഇനി നമുക്ക് ഇന്ത്യ-ഇംഗ്ലണ്ട് മത്സരത്തിലെ ഇന്ത്യയുടെ പ്ലേയിങ് 11 ഒന്ന് വിശദമായി പരിശോധിക്കാം. മത്സരത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ചേർന്ന് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. 1 ഡൗണായി ഋഷഭ് പന്ത് ഇറങ്ങും. 4-ാം നമ്പറിൽ സൂര്യകുമാർ യാദവ് എത്തുമ്പോൾ 5-ാമനായി മലയാളി താരം സഞ്ജു സാംസൺ എത്തും. 6-7 നമ്പറുകളിലായി ഹാർദിക് പാണ്ഡ്യയും രവീന്ദ്രജിയും എത്തും. ഇനി ബൗളിംഗ് നിരയെ സൂപ്പർ താരം ജസ്പ്രീത് ബുംറ നയിക്കും. ലോകത്തിലെ ഏറ്റവും മികച്ച വൈറ്റ് ബോൾ ബൗളറായാണ് ബുംറ അറിയപ്പെടുന്നത്. മാത്രവുമല്ല ബുംറ ഇപ്പോൾ മികച്ച ഫോമിലും ആണ്. ഇനി ബൗളിംഗിൽ സ്പിന്നിൽ ജഡേജ, കുൽദീപ് യാദവ് എന്നിവരും പേസ് നിരയിൽ ജസ്പ്രീത് ബുംറ, അർഷദീപ് സിംഗ്, ഹാർദിക് പാണ്ഡ്യ, മുഹമ്മദ് സിറാജ് എന്നിവരും ഉണ്ടാകും. ഇന്ത്യ ഇപ്പോൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും മത്സരങ്ങളിലും ഇതുപോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും എന്നാണ് ഇന്ത്യൻ ടീമിന്റെ വിശ്വാസവും. അങ്ങനെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചാൽ ഒരു പക്ഷേ ഈ വേൾഡ് കപ്പ് ഇന്ത്യക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞേക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.